ഹായ് ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സുമാർ സ്പോട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണോത്ത് പാടത്ത് ഗുരുവായൂർ. ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച്. പക്ഷേ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടത്തെക്കുറിച്ച് ഇടുന്നത്. സോ ഇത് ഞാൻ ഇന്ന് കഴിക്കാൻ വേണ്ടി വന്നേക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. സോ ഞാൻ ഇന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല മക്കാച്ചി, നല്ല സൂപ്പർ സാധനം. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നല്ല കൂന്തളും കൊള്ളിയും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക കോമ്പിനേഷൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. എന്തായാലും കണ്ടപ്പോൾ തന്നെ ഭയങ്കര കൊതിയായി. കാരണം ഒരുപാട് ആൾക്കാർ അവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് കടകൾ ചുറ്റും ഉണ്ട് കേട്ടോ. അത് കൂടുതലും ബർഗറാണ്. ബർഗർ നമുക്ക് കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും കഴിക്കാനായിട്ട്. സോ എൻ്റെ സാധനം പ്രിപ്പയർ ആയിട്ട് ആള് പാത്രത്തിലെടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് തന്നാൽ മതി, തിന്നാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ ക്വാണ്ടിറ്റി ഞാൻ നോക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറച്ചും കൂടെ ആവാമായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷേ കൂന്തലിൻ്റെ ഇപ്പോഴത്തെ വിലയൊക്കെ അനുസരിച്ചിട്ട് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ടേസ്റ്റ് അത് വേറെ ഒന്നിനും പകരമാകത്തില്ല മോളെ. ഇത് സാധനം നോക്കിയേ, അടിപൊളി സാധനം. സാധനം കിട്ടി, ഞാൻ എന്തായാലും മേടിച്ച് കഴിക്കുകയാണ്. നിങ്ങൾ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂർ സ്പോട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണോത്ത് പാടത്ത് വരണം. അതുപോലെ തന്നെ ഈ ഒരു സാധനം മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഉണ്ടാന്ന് തന്നെ പറയാല്ലേ. ഉണ്ടയ്ക്കകത്ത് ഈ ചിക്കൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ മയണസൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒരു സാധനം കേട്ടോ. ഒരു അടിപൊളി സാധനം കേട്ടോ. ടുഡേ സ്പെഷ്യൽ കൊള്ളി കൂന്തൽ. അപ്പോൾ ഓരോ ദിവസം എനിക്ക് തോന്നുന്നു സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കഴിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് സൺഡേ നൈറ്റ് നിങ്ങളിവിടെ വരണം കേട്ടോ. ഞാൻ നിൽക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ട്. വേറെ കൂടുതലും ഫാമിലിയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറേ കപ്പിൾസൊക്കെ അവർ വരാറുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഒരു അടിപൊളി സ്ഥലം. അതുപോലെ തന്നെ ബർഗറിൻ്റെ ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇതാ ഈ കാണിക്കുന്നത് N4 ഹബ് എന്ന് പറയുന്ന ഒരു ബർഗറിൻ്റെ ഷോപ്പ് തന്നെ എന്ന് പറയാം. നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കിട്ടും. നല്ല ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബോർഡ് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല ഡിഫറൻറ്റ് ബർഗർ നമുക്ക് കിട്ടും. കൊച്ചു കുട്ടികളാണ് ഇവിടെ മുൻപന്തി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ വരണം. വളരെ കുറേ കടകളൊന്നുമില്ല. ആൾക്കാർ ഈ പാടത്തിൻ്റെ സൈഡിലേക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ കുത്തിയിരുന്ന് കഴിക്കുക പിള്ളേർ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഞാൻ എന്തായാലും വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായിട്ടും വരണം. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ണോത്ത് പാടം എന്നാണ്. വെങ്കിടങ്ങ് കേട്ടോ. ഗുരുവായൂർ പോകുന്ന വഴിക്ക് വെങ്കിടങ്ങ് നിന്ന് കണ്ണോത്ത് പാടത്ത് വന്നിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പാർക്കൊക്കെ ഉണ്ട് ഇതിന് ശേഷം അങ്ങോട്ട്. പക്ഷേ അങ്ങോട്ടൊന്നും വലിയ കടകളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് പോയി ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വരണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ കണ്ട്. ഇതെന്നാന്ന് ഞാൻ ചോദിച്ചേട്ടനോട്, എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു എന്താ പറയുക ചിക്കൻ ഒരു എന്തോ ഒരു സംഭവം, എന്തോ എനിക്ക് പേര് മനസ്സിലായില്ല സംഭവം. ഞാൻ എന്തായാലും അതുകൊണ്ട് പറയുന്നില്ല. ബർഗർ എവിടെ നോക്കിയാലും ബർഗർ 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 ബർഗറിൻ്റെ കളിയാണ് മോനെ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനം കിട്ടും. അപ്പോൾ എന്തായാലും വരിക. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ.